എന്നാ ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാം. ചോദിക്കാം എന്റെ അമ്മൂമ്മയുടെ ചോദ്യം. ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്ന ആർക്കാണ്? ഞാൻ അടിച്ച് പഞ്ചറാക്കി ഇടാറുണ്ട്. 10ാം ക്ലാസ്സിൽ കൂടുതൽ മാർക്ക് വാങ്ങിച്ചത് ആരാണ്? ഞാൻ പ്രീ ഡിഗ്രി ഫെയിൽഡാ. എഴുതിരുന്ന് ജയിച്ചനെ. ആദ്യമായി ഐ ലവ് യു എന്ന് പറഞ്ഞത് ആരാണ്? ആണോ? എനിക്ക് നല്ല ഓർമ്മയുണ്ട്. സത്യമായിട്ട് എനിക്ക് ഒന്നും ഓർമ്മയില്ല രാജശേഖര. ഓർമ്മയില്ലെന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ രക്ഷപ്പെടാമല്ലോ. നമ്പറുകളൊക്കെ ഇനി ഒരുപാട് ഇറക്കേണ്ടി വരും. അല്ല, ഇപ്പൊ നമ്മൾ രണ്ടുപേരും കമ്മിറ്റഡ് ആന്നുള്ള കാര്യം എല്ലാവർക്കും അറിയണ കാര്യമാണ് അല്ലേ? എനിക്കറിയാവുന്നതല്ലേ. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരു മെസ്സേജ് ഇങ്ങനെ തുരുതുരാന്ന് വരിക. എനിക്കറിയില്ല അങ്ങനെയൊക്കെ ചെയ്യോ. ഓൾറെഡി ഇങ്ങനെ കമ്മിറ്റഡ് ആയിട്ട് ഇരിക്കുമ്പോ ഇങ്ങനെ ഒരു പെൺകുട്ടിയാണ്. നേരോ? ആര് പറഞ്ഞു? ആ വാനര എനിക്കൊരു പാരയായിട്ടിരുന്ന ലക്ഷണമാണല്ലോ. റോബിൻ ചേട്ടാ ഇടുക്കിയിൽ വരുന്നുണ്ടെന്ന് അറിഞ്ഞല്ലോ, ഞാനൊന്ന് വന്നോട്ടെ, എനിക്കൊന്ന് കെട്ടിപ്പിടിക്കാൻ വേണ്ടിട്ടാ ഇങ്ങനൊക്കെ. ഇങ്ങോട്ട് വരട്ടെ, അവളെ ഞാൻ സിമിത്തേരിലേക്ക് തന്നെ അയക്കുന്നുണ്ട്. ചേട്ടൻ ഒന്ന് വൺ സൈഡ് ചാറ്റാണ്, ആള് വൺ സൈഡ് ഇരുന്ന് ഇങ്ങനെ മെസ്സേജ് അയക്കാം. ഇത് അവളായിരിക്കും വഴിയിൽ നിന്ന് എവിടുന്നോ വിളിക്കുന്ന. മത്തായി ചേട്ടൻ എടുത്തു നോക്ക്, ചെല്ല്. അപ്പൊ ഞാൻ വോയിസ് അയച്ചു, ഞാൻ കെട്ടിപ്പിടിച്ചാ മതിയോ മോളെ? വേണ്ട, ഞാൻ ഇടുക്കിയിലോട്ടേക്ക് വരുന്നുണ്ട്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. മല്ലയ്യ വരുന്നുണ്ടല്ലോ. ആണോ? ധൈര്യം ഉണ്ടെങ്കിൽ കണ്ടുപിടി. അപ്പൊ തന്നെ മുങ്ങി, ആളവിടുന്ന് മുങ്ങി. ഇപ്പോഴും എന്റെ ഞെട്ടല് മാറിയിട്ടില്ല വൈദ്യരെ. വെള്ളത്തിൽ ഞാൻ മുങ്ങിയതിനു ശേഷം അമ്പലക്കുളത്തിൽ ആന ഇറങ്ങിയതുപോലെ കാട്ടാപ്പള്ളി വെള്ളം ഒന്ന് കലക്കി മറിച്ച് നോക്കി. അപ്പോഴെങ്ങാനും എന്നെ അദ്ദേഹത്തിന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ എന്റെ ശിവനെ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ അക്കൗണ്ട് തരാം, അതിലോട്ട് അയച്ചാൽ മതി കേട്ടോ എന്ന് പറഞ്ഞു. ശേഷം നമ്പറിൽ നിന്ന് മെസ്സേജ് വന്നിട്ടുണ്ടോ? മാപ്പ് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു. മാപ്പൊന്നും പറയണ്ട, പൊക്കോ.